അങ്ങനെ ഞാൻ ഓൺലൈനിൽ കയറി 310 രൂപയുടെ ഒരു വെയിറ്റിംഗ് മെഷീനും 1000 രൂപയുടെ സീലിംഗ് മെഷീനും മേടിച്ച് ഞാൻ തുടങ്ങി. ബ്രാൻഡിന്റെ പേര് അധര സ്പൈസസ് അധര എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ പീക്കിലോട്ടുള്ള വളർച്ചയാണ് എവിടെ കണ്ടത്? ആ ഒരാള് ഉണക്കച്ചെമ്മീൻ വേണമെന്ന് ചോദിച്ചിട്ട് അതിനേക്കാൾ എനിക്ക് എപ്പോഴും പറയാൻ ഇഷ്ടം എന്റെ ഈ 3 രൂപയുടെ കാര്യമാണ്. കാരണം അതിൽ തൊട്ട് അതാണ് മനസ്സിൽ കിടക്കുന്നത്. അപ്പൊ ഇന്നിപ്പം 3 രൂപയ്ക്ക് പറഞ്ഞ 30,000 രൂപയുടെ സാധനം വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കൊണ്ട് തരും. ആ ഒരു ലെവലിലേക്ക് മാറി. ഹലോ ഗായ്സ്, അപ്പൊ പൂനെന്ന് നമ്മളിങ്ങനെ കേരളത്തിലോട്ടുള്ള യാത്രക്കിടയ്ക്ക് എനിക്ക് അടിപൊളി 1 2 3 4 5 സുഹൃത്തുക്കളെ കിട്ടി കേട്ടോ. 5 സുഹൃത്തുക്കള്. അപ്പൊ ഈ ക്യാമറ ഒക്കെ എടുത്തിരുന്ന ഒരു നല്ല അടിപൊളി തങ്കപ്പെട്ട ഒരു ഡോക്ടറാണ്. എന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഈ കക്ഷിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ. പുള്ളിക്കാരി ഒരു ഓൺടർപ്രണർ ആണ് കേട്ടോ, എന്റെ പൊന്നു. ഓക്കെ, വെൽക്കം ടു മൈ ഷോ. വാട്ട്സ് യുവർ നെയിം? സിന്ധു ജാനകി. അമ്മയുടെ പേരാണ് ജാനകി. ജാനകി അച്ഛനെക്കാൾ കൂടുതൽ അമ്മയോടാണ് അറ്റാച്ച്മെന്റ്. നല്ല, ഞാൻ ചുമ്മാ പറഞ്ഞു കേട്ടോ, നല്ല പേരാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല പേരാണ്. ഓക്കെ, ആൻഡ് എനിക്ക് അറിയേണ്ടത്, ഒരു സംരംഭം തുടങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യത്തെ ഒരു കാര്യം, കുറെ നെഗറ്റീവ് ആൾക്കാർ പറയും, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ലൈക്ക് ഇത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, നീ തോറ്റുപോയെങ്കിൽ നിന്റെ പുറകിൽ ആരും ഉണ്ടാകത്തില്ല. ഇതാണ് ഇവിടെ നമ്മുടെ കേരളത്തിലുള്ള ഈ ഒരു സംരംഭം തുടങ്ങാൻ പോകുന്ന ഒരാളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ ഫാമിലിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ ഒരു, ഇപ്പൊ ഒരു സംഭവം തുടങ്ങാൻ പോകുമ്പോൾ പറയും, ഓക്കെ നീ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോലി ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അങ്ങനെയല്ലേ നമ്മുടെ ഒരു മെന്റാലിറ്റിയാണ്. ആ ഒരു ഫ്രെയിം വർക്കിനകത്തുനിന്ന് പുറത്ത് ചാടിയോണ്ടാണല്ലോ ചേച്ചി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു ഉത്തരമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്റെ അനുഭവത്തിൽ ഞാൻ പറയാം, നമ്മളൊരു വലിയ ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല, അല്ലാതെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതായത് പൂനെയിൽ ഞാൻ വരുന്നതിന്റെ മെയിൻ കാരണം വെച്ചാൽ എന്റെ ഹസ്ബൻഡ് മരിച്ചു. എന്റെ മക്കൾ പൊടിക്കുഞ്ഞുങ്ങളായിരിക്കും. അപ്പോ പറയാലോ അല്ലേ? ചേച്ചിക്ക് കുഴപ്പമുണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. ഹസ്ബൻഡ് മരിച്ച് 5 വർഷം, കല്യാണം കഴിഞ്ഞ് 5 വർഷമായപ്പോഴത്തേക്ക് ആള് മരിച്ചു. പൊടിക്കുഞ്ഞുങ്ങളായിരുന്നു. അപ്പൊ മക്കളുമായിട്ട് നമ്മുടെ വീട് വളരെ ഭയങ്കര ദരിദ്രമുള്ളൊരു വീടായിരുന്നു. എന്റെ താഴെ 4 മക്കൾ വേറെ ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛനും മരിച്ചു, അമ്മ ഒരാളാണ് നമ്മളെ നോക്കിയതൊക്കെ. അപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വരുമാനം, ചെലവ് കാര്യങ്ങളൊക്കെ വീട്ടിൽ അമ്മ, ഞങ്ങളുടെ നാട്ടിൽ ചൈരവിരുദ്ധമാണ്, കയറുവിരുദ്ധം, അതാ അമ്മ ആലപ്പുഴ. അപ്പൊ ഒരു മഴക്കാലം വന്നൊരു സമയത്ത് വീട്ടില് ഒന്നുമില്ലാതിരുന്നൊരു സമയത്ത് അമ്മ പറഞ്ഞു, അടുത്തൊരു കടയുണ്ട്, മോളൊരു കാര്യം ചെയ്യാ, കടയിൽ ചെന്നിട്ട് 2 അപ്പം മേടിക്കും മക്കൾക്ക് കൊടുക്കാനായിട്ട്, വൈകുന്നേരം അമ്മ പൈസ കൊടുക്കാന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡ് മരിച്ചെങ്കിലും എനിക്ക് അത്രേ ഉള്ളൂ, എനിക്ക് അന്നേരം 25 വയസ്സേ ഉള്ളൂ പുള്ളി മരിക്കുമ്പോഴത്തേക്ക്. ചെറുതിൽ തന്നെ കല്യാണം നടന്നു. അപ്പൊ അമ്മ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ചെന്നിട്ട് പറഞ്ഞ ചേട്ടാ 2 അപ്പം വേണം. അപ്പൊ അയാൾ അപ്പം എടുത്ത് പൊതിഞ്ഞോണ്ട് തന്നു, കയ്യിൽ തന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ കാശ് അമ്മ വൈകുന്നേരം തരാന്ന് പറഞ്ഞപ്പോ പുള്ളി എന്റെ കയ്യിൽ തിരിച്ചു മേടിച്ചു. അയ്യോ അത് ശരിയായില്ല സിന്ധു, പൈസ തന്നിട്ട് മേടിച്ചാണെന്ന് പറഞ്ഞു. 3 രൂപയാണ് അപ്പത്തിന്റെ വില. അപ്പൊ എനിക്ക് നാണക്കേടൊന്നും ഫീൽ ചെയ്യുന്നില്ല, കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുക്കും എന്നുള്ള ചിന്ത അപ്പോഴാണ് മനസ്സിൽ വരുന്നത്. ഹസ്ബൻഡും മരിച്ചിട്ട് അമ്മയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുവാണ്, അത്രേ ഉള്ളൂ. അപ്പൊ സെൻസ് അത്രേ ഉള്ളൂ. ഇത് പിള്ളേരെ നോക്കണമെന്ന് അങ്ങനെയൊന്നും ഒരു ചിന്തയില്ല. അതിനുശേഷം ഞാൻ തൊട്ടടുത്ത് വേറൊരു കടയിൽ ചെന്നിട്ട് പുള്ളി എടുത്ത് അയക്കാനോട് പറഞ്ഞു, എനിക്ക് 1/4 കിലോ റവ വേണമെന്ന് പറഞ്ഞു. പുള്ളി എടുത്ത് തന്നു, ഞാൻ കൊണ്ടുവന്ന് കൊടുത്തു. അപ്പം മുതൽ മനസ്സിൽ ചിന്തയാണ്, എന്ത് ചെയ്യും ഇന്നിങ്ങനെ ചെയ്തു, നാളെ എന്ത് ചെയ്യും എന്നുള്ള ചിന്ത മനസ്സിലേക്ക് വന്നു. ആ ഒരു 3 രൂപയുടെ വാല്യൂ അപ്പം മനസ്സിലാക്കി അവിടെ നിന്ന് ഇറങ്ങി, ഇനി ജോലിക്ക് ഇറങ്ങിയേ പറ്റുള്ളൂ, കുഞ്ഞുങ്ങളെ നോക്കണം. അങ്ങനെ ഞാൻ അടുത്ത വീട്ടിൽ ചെന്നിട്ട് ന്യൂസ് പേപ്പർ വാങ്ങിച്ചിട്ട് പരസ്യങ്ങൾ നോക്കി. ഞാൻ ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും സെയിൽസ് ഗേളിന്റെ ഒരു ഇതാണ് കാണുന്നത് ഷീമാട്ടില്. അവിടെ നിന്ന് നേരെ അടുത്ത വീട്ടിലെ ചേച്ചിയുടെ 50 രൂപ കടവും വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ ഇന്റർവ്യൂവിന് പോയി 11 വർഷം അവിടെ സെയിൽസ് ഗേളായിട്ട് ജോലി ചെയ്തു. അപ്പൊ ആ സെയിൽസ് ഗേളായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് മെമ്പർ ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, സിന്ധു മുംബൈയില്, ഞങ്ങളുടെ അടുത്ത് തന്നെ ഉള്ളൊരു ഫാമിലി, അവർ മുംബൈയിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ 2 പെൺകുട്ടികളാണ് അവർക്ക്. അപ്പോൾ അതിൽ ഇളയ കുട്ടി നാഷണൽ ലെവലിൽ ടെന്നീസ് കളിക്കാനായിട്ടൊക്കെ പോകുന്നതാണ്. അപ്പോൾ അവൾക്ക് അവളുടെ കൂടെ മാച്ചിനും പ്രാക്ടീസിനും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം. അപ്പൊ സിന്ധുവിന് പറ്റുമെങ്കിൽ പോ, സിന്ധുവിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം. അപ്പൊ നമ്മളന്ന് മുംബൈയിൽ നിന്ന് കേൾക്കുമ്പോഴത്തേക്കും മുഴുവൻ അതോ ലോകം, പിന്നെ പെണ്ണുങ്ങളെ ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, പഞ്ചായത്ത് മെമ്പർ പറഞ്ഞതുകൊണ്ട് നമുക്കൊരു ഇൻട്രസ്റ്റ്, ഒരു ഉറപ്പ്. അപ്പൊ ഇവർ 2 പേരും വീട്ടിൽ വന്നപ്പോ ഇവരോട് ഞാൻ പറഞ്ഞു, എനിക്ക് 10,000 രൂപ ശമ്പളം വേണം. അന്ന് എനിക്ക് അറിയത്തില്ല ഇതിന്റെ വാല്യൂ.
രൂപ ശമ്പളം ഏത് ഒരു കൊല്ലം? മാസം 2010. 2010. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് 10,000 രൂപ ശമ്പളം വേണം, ഒരു മാസം 5,000 രൂപ എനിക്ക് അഡ്വാൻസ് നേരത്തെ തന്നെ. അപ്പൊ അതായത് ഇവിടെ നിന്ന് മുംബൈയിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം തിരിച്ചു കയറുമ്പോൾ അല്ലെങ്കിൽ വണ്ടി കാശ് വേണമല്ലോ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഇത്രയും പൈസ കയ്യിൽ തരണമെന്ന് പറഞ്ഞു. അവര് തരാന്ന് പറഞ്ഞു. ഒരു മാസം നിൽക്കും, നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടാല് നിങ്ങൾ എന്നെ നിർത്തി, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ പോകും, ഇതാണ് ഡിമാൻഡ് വെച്ചിട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ പോയി അവിടെ ചെന്ന് ജോയിൻ ചെയ്ത്. പക്ഷെ എന്റെ ലൈഫിൽ ഇപ്പൊ വരേക്കും അത്രയും നല്ലൊരു ഫാമിലിയും അത്രയും നല്ല ആൾക്കാരെ ഞാൻ ഇപ്പൊ വരേക്കും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. ഞാൻ അവിടെ 2.5 വർഷം അവരുടെ കൂടെ ജോലി ചെയ്തു. ആ കുഞ്ഞിന്റെ കൂടെ എന്റെ മക്കളെ നോക്കുന്ന പോലെ എന്റെ മക്കളെ അമ്മയെ ഏൽപ്പിച്ചിട്ട് ഞാൻ അങ്ങനെ പോയി. അങ്ങനെ അവിടെ ജോലി ചെയ്ത് പിന്നെ 2.5 വർഷമൊക്കെ ആയപ്പോഴത്തേക്ക് അമ്മ തളർന്നു പോയി ഒരു ദിവസം. അപ്പൊ അമ്മ തളർന്നു വീണപ്പോഴത്തേക്ക് നാട്ടോട്ട് വരാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ പിന്നെ ജോലി വിട്ട് പോന്നു. അപ്പൊ ആ മുംബൈയിൽ പോയ ഒരു എക്സ്പീരിയൻസ്, അതാണ് ഇന്ന് ഞാൻ പൂനെയില് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാനായിട്ട് എനിക്ക് ഒരു ഇതായത്. അപ്പോ അവിടെ ഞാൻ ജോലി ചെയ്ത വീട്ടിൽ ആ അവിടെ വേറൊരു പൂനെയിലെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, പായൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവളുടെ കോണ്ടാക്ട് എനിക്ക് ഉണ്ടായിരുന്നു, ഇവരുടെയും കോണ്ടാക്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടെ നിന്ന് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടും നാട്ടിലെ ഇവിടെ പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഇടയ്ക്ക് നാട്ടിൽ, അപ്പൊ അമ്മ തളർന്നു പോയത് കാരണം എനിക്ക് എവിടെയും ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ മക്കളെ ജോലിക്ക് വിട്ടിട്ട് എന്തെങ്കിലും ചെയ്യാതെ പറ്റത്തില്ല. അപ്പൊ ഞാൻ എന്താ വെച്ചാല് ഒരു അനിയത്തിന്റെ കല്യാണം കഴിഞ്ഞാൽ അനിയത്തിനെ വീട്ടിൽ വിളിച്ച് നിർത്തിട്ട് ഞാൻ മുംബൈയിൽ വന്ന് ഈ പരിചയം വെച്ചിട്ട് മുംബൈയിലെ തുണി മാർക്കറ്റിൽ പോയി തുണി എടുത്തിട്ട് തിരിച്ചു വന്നിട്ട് മക്കളെയും സ്കൂളിൽ വിട്ട് അമ്മയുടെ കാര്യങ്ങൾ നോക്കിയിട്ട് പോയ ഗവൺമെന്റ് ഓഫീസുകള് സ്കൂളുകളിലൊക്കെ പോയിട്ട് സെയിൽ ചെയ്തു. അങ്ങനെ സെയിൽ ചെയ്ത് ഒരു 2 വർഷം കഴിഞ്ഞ് വെച്ചപ്പോഴത്തേക്കും വീടിന്റെ അടുത്തൊരു കട കിട്ടി. അവിടെ ഒരു തുണിക്കടയും സ്റ്റിച്ചിങ് യൂണിറ്റും ഒക്കെ ആയിട്ട് ചെയ്ത് അങ്ങനെ കുറെ സ്കൂളുകളിൽ യൂണിഫോമിന്റെ വർക്കൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ബിസിനസ് അറിയാവും, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ. പൊന്നെ എന്റെ 2-3 കൂട്ടുകാർ വന്നിട്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ബിസിനസ് പറഞ്ഞു. അപ്പൊ അവരുടെ കണക്ക് അവരിങ്ങനെ വട്ടം വരയ്ക്കലും കണക്കും കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചായ കുടിച്ചെല്ലാം കിട്ടുന്നത് കഴിയുമ്പോ ചായ അല്ല ഇപ്പൊ വേണ്ട, ഇപ്പൊ വേണ്ട, പിന്നെ എനിക്ക് വേണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞതാ. എന്നിട്ട് ഈ മൾട്ടി ലെവൽ മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാർ ഈ കണക്ക് പറഞ്ഞപ്പോഴത്തേക്കും ഇല്ലേ ഇവര് 2,10,000 ഒക്കെ ആഴ്ചയിൽ കിട്ടുമെന്നൊക്കെ കണക്ക് കേട്ടപ്പോ ഞാൻ ഓർത്തേ. അപ്പൊ എനിക്ക് ഇച്ചിരി അഹങ്കാരം വന്നു. എനിക്കൊരു സംശയം എന്താണെന്നറിയാമോ, സ്വന്തമായിട്ട് ഇത്രയൊക്കെ ചെയ്യുന്നല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പൊ എനിക്ക് 4 സ്റ്റാഫൊക്കെ ഉണ്ട് എന്റെ കടയില്. അപ്പൊ ഞാൻ ഈ സ്റ്റാഫിനൊക്കെ നിർത്തിട്ട് ഞാൻ അവരോട് പറഞ്ഞു നോക്കിക്കോണം, കൃത്യമായിട്ട് നോക്കിക്കോണം. അപ്പൊ പത്തനംതിട്ട സെന്റ് ഗ്രിഗറോസ് സ്കൂളിന്റെ യൂണിഫോമിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ യുവമാരും വിളിച്ചപ്പോൾ ഞാൻ ഇവരെ കൊടുത്തി പോയി അതിന്റെ പിന്നാലെ പോയപ്പോ എന്റെ കടയിൽ ശ്രദ്ധ പോയി. അങ്ങനെ ഈ പിള്ളേര് തയ്ച്ചതൊക്കെ എല്ലാം റോങ് ആയിട്ടൊക്കെ ചെയ്തു. പിന്നെ ഞാൻ എനിക്കൊരു 2.5 ലക്ഷം രൂപയുടെ തുണി തനിയെ രണ്ടാമതെടുത്ത് നഷ്ടം വന്നുപോയി. അപ്പം മൈൻഡ് ഡൗൺ ആയി. അപ്പൊ ഈ ആൾക്കാരുടെ കൂടെ നടന്ന് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇവരെന്നെ വിടാതെ പിടിക്കുക. അവർക്ക് വേണ്ടത് നമ്മുടെ പൈസ ലൂട്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ കണക്ഷനൊക്കെ അവർ ഉപയോഗിക്കുകയാണ്. പല ഭയങ്കര പ്രശ്നമായി. നേരെ ഞാൻ ഈ പൂനെയിലെ ഈ പായൽ എന്ന് പറഞ്ഞ കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഒരു ജോലി വേണം, അപ്പൊ നീ എന്തെങ്കിലും നോക്കണം, വീട്ടു ജോലിയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവൾ എന്ത് വെച്ചാൽ അവളുടെ ചേച്ചി പഠിപ്പിക്കുന്ന സ്കൂളിലെ പിയൂണിന്റെ വേക്കൻസി വന്നപ്പോ എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ 2017 അങ്ങോട്ട് പോവാം പൂനെയിലേക്ക്. സ്കൂളിൽ ഇതിന്റെ പിയൂണിന്റെ ജോലിക്കാണ് പോകുന്നത്. നമ്മുടെ കാലക്കട അവിടെ ചെന്ന് കുറച്ച് ദിവസം നിന്നപ്പോ തന്നെ കോവിഡായി. അതൊന്ന് കുറച്ച് നാളെ നിൽക്കുമ്പോ നെഗ്. അപ്പൊ കോവിഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പൊ നമ്മൾ ഈ പൂനെയിൽ ചെന്ന് ഈ മലയാളി കടകളിലൊക്കെ ചെന്ന് കേരള സ്റ്റോറിലൊക്കെ ചെന്നപ്പോ ഞാനിങ്ങനെ മനസ്സിലോർക്കും നമ്മുടെ ഉള്ളിൽ ബിസിനസ് കിടപ്പുണ്ടല്ലോ. അപ്പൊ ഞാനിങ്ങനെ ഓർക്കും ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിരുന്നില്ലെന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. അപ്പൊ ഈ ഒരു ജോൺസൺ എന്ന് പറഞ്ഞ അച്ചാന്റെ അടച്ചെന്ന് പുള്ളി പറഞ്ഞു നമ്മുടെ ആലപ്പുഴ സൈഡല്ലേ മോള് ഈ ഉണക്കച്ചെമ്മീനോ ഉണക്കമീനൊക്കെ കിട്ടുവാണെങ്കിൽ കൊണ്ട് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നാട്ടിൽ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന ചെറിയ ഈ ഉണക്കച്ചെമ്മീൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പുള്ളിക്ക് കൊടുത്തിട്ട് ഞാൻ ആലോചിച്ചേ പുള്ളിക്ക് ഞാൻ കൊണ്ടൊന്നും കൊടുക്കുന്നില്ലെന്നുള്ളത് ഞാൻ പാക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അതല്ലേ കുറച്ച്. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഓൺലൈനിൽ കയറി 310 രൂപയുടെ ഒരു വെയിറ്റിംഗ് മെഷീനും 1,000 രൂപയുടെ സീലിംഗ് മെഷീനും മേടിച്ച് ഞാൻ തുടങ്ങി. ബ്രാൻഡിന്റെ പേരില്ല അധര സ്പൈസസ് ബ്രാൻഡിന്റെ പീക്കിലോട്ടുള്ള വളർച്ചയാണ് എവിടെ കണ്ടത്. ആ ഒരാള് ഉണക്കച്ചെമ്മീൻ വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനേക്കാളും എനിക്ക് എപ്പോഴും പറയാൻ ഇഷ്ടം എന്റെ ഈ 3 രൂപയുടെ കാര്യമാണ്. കാരണം അതിൽ തൊട്ട് അതാണ് മനസ്സിൽ കിടക്കുന്നത്. അപ്പൊ ഇന്നിപ്പോ 3 രൂപയ്ക്ക് വേറെ 30,000 രൂപയുടെ സാധനം വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കൊണ്ട് തരും. ആ ഒരു ലെവലിലേക്ക് മാറി. പക്ഷെ അങ്ങനെ പറയില്ലേ. ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ, ഞാൻ എന്റെ മക്കളോടാണെങ്കിലും എന്റെ മക്കളുടെ കൂട്ടുകാരോടൊക്കെ ഞാൻ പറയുമ്പോ എന്ന് വെച്ചാല് നമുക്ക് എന്തൊക്കെ സ്ട്രഗിൾസ് വന്നാലും
നമ്മൾ തോറ്റു പോകരുത്, ഇല്ല, ഡൗൺ ആയി പോകരുത്. ഇല്ല. നമ്മൾ എത്രത്തോളം താഴ്ത്തേക്ക് വന്ന് ദൈവം വിചാരിക്കുന്നത് ഇതിനേക്കാൾ ബെറ്റർ നമുക്ക് തരാൻ വേണ്ടിയിട്ടാണെന്ന ഒറ്റ ചിന്ത മാത്രം മതി. ആ ഒരു വിശ്വാസം അല്ലെ കുറെ മുന്നോട്ട് നമ്മളിങ്ങനെ. ഞാൻ ഇന്നിപ്പോ എപ്പോഴും 3 മണിക്ക് എണീറ്റ് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. ഒന്നുമില്ല, എനിക്ക് അങ്ങനെ ദൈവം ജാതിയോ മതമോ അങ്ങനെയൊന്നുമില്ല. ഞാനൊരു അമ്പലങ്ങളിലോ പള്ളികളിലോ ഒന്നും ഞാൻ പോകാറില്ല. ഒരു നേരത്തെ വിശപ്പിനുള്ള ആഹാരം നമ്മുടെ മുമ്പിൽ തരുന്നത് നമ്മുടെ ദൈവം തന്നെയാണ്. കാരണം അത് അനുഭവസ്ഥയാണ് ഞാൻ. എന്റെ മക്കളും ഞാനും കൂടി അതുപോലെ വിഷമിച്ചിട്ടുണ്ടായിരുന്നു. സ്വന്തക്കാരൊക്കെ മുഴുവനും എന്താണെന്നറിയാം, അപ്പൊ നമ്മള് ബാധ്യതയായി പോകുന്നോർത്തിട്ട് നമ്മുടെ അടുത്ത് നകന്നു മാറിയിട്ടുണ്ട് പലരും. പക്ഷെ അതേ സ്വന്തക്കാർ ഇപ്പൊ ചേച്ചിക്ക് ഒരു ലെവലിലുള്ളപ്പോ ഇപ്പൊ വരുന്നില്ലേ? ഇപ്പൊ ചേച്ചി എങ്ങനെ അവരൊക്കെ കാണുന്നു? ഞാൻ തിരിച്ചുകൊണ്ട് തന്നെ, എനിക്ക് അവരോടൊന്നും ഒരു വഴക്കില്ല. അല്ല, അത് എല്ലാരും ചോദിക്കാൻ ആഗ്രഹിച്ചൊരു ക്വസ്റ്റ്യൻ. എനിക്ക് അവരോട് ആരോടും പിണക്കില്ല. ഞാൻ എല്ലാരോടും ഇന്നും ഇപ്പൊ ഞാൻ ഒരാള് നമ്മളോട് സിന്ധു പൈസ കൊടുത്താൽ അതൊന്നും തിരിച്ചു കിട്ടുമെന്നില്ല കേട്ടോ, കൊടുക്കരുതെന്ന് പറഞ്ഞ ആൾക്ക് ഇന്ന് രാവിലെ ഞാൻ 1500 അയച്ചു കൊടുത്തുവിടായിരുന്നു. എന്താ പറയാ, അവർക്ക് അതെല്ലാം അതുപോലെ നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് പോസിറ്റീവായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇന്ന് എന്റെ മോൻ അവിടെ ദുബായിൽ പോയി ജോലി ചെയ്യുന്നു. ഞാൻ 23 വയസ്സായപ്പോ എന്റെ മോനെ ഞാൻ ദുബായിലേക്ക് കിട്ടും, മൂത്തയാളെ. ഇളയാള് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നവന്റെ കാര്യങ്ങളൊക്കെ ഒരു 3-4 മാസം അതിനുള്ളിൽ അവനും പോകും. അപ്പൊ അവന്മാരോട് ഞാൻ പറഞ്ഞത്, കല്യാണം എന്നുള്ളതല്ല അവസാന വാക്ക്, ആദ്യം നിങ്ങൾ ജീവിക്കുക, സെറ്റ് ആകുക, മനസ്സിൽ ആഗ്രഹങ്ങളോ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ അതിൽ എത്തിച്ചേരുക, അതിനുശേഷം മതി കല്യാണം എപ്പോഴേലും കഴിക്കുന്നത്. ചേച്ചി യൂത്താന്നൊക്കെ അറിയാം, നമ്മളെ പോലുള്ള യുവാക്കൾക്കുള്ള ഒരു മോട്ടിവേഷൻ എന്തായിരിക്കും? ഒരു സംരംഭം തുടങ്ങാൻ പോവാണെന്നെങ്കിൽ ഒന്ന് വിചാരിക്കുക, ഒരു മൈൻഡിൽ ഒരു ആശയമുണ്ട്, നമ്മൾ എവിടുന്ന് ഡിഗ് ചെയ്യണം, എവിടുന്ന് തുടങ്ങണം, എന്താണ് അതിന്റെ ആദ്യം അതിന്റെ ഏറ്റവും എക്സ്ട്രീമിൽ എത്തണം എന്നുള്ളത് നമ്മൾ മനസ്സിൽ സ്വപ്നം കാണുക. അതായത് ഇപ്പൊ ഞാനൊരു ഷോപ്പ്, ഞാൻ അഥരാ സ്പൈസസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡായിട്ട് ചെയ്യാനാണ് ഞാൻ തുടങ്ങിയത്. 11 വർഷമായിട്ട് ഞാൻ തുടങ്ങുന്നത്. ഞാൻ 11 വർഷമായിട്ട് പൂനെയിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് എനിക്കൊരു കട വേണം, ഞാൻ ആഗ്രഹിച്ച ഏരിയയിൽ എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റണം. പിന്നെ സ്പൈസസ് ഞാൻ തിരഞ്ഞെടുത്തത് 2 വർഷത്തോളം, അതിനൊരു 2 വർഷം വന്നാൽ ആ സാധനം കേടാവത്തില്ല. അതായത് നമുക്ക് ഒരിക്കലും നഷ്ടം വരാത്ത ഒരു ഇത് ചിന്തിക്കണം. കാരണം ഇത് ഇരുന്ന് ചിലവായില്ലെങ്കിലും എവിടെയെങ്കിലും പോക്കണം. പിന്നെ നോർത്തിനെ സംബന്ധിച്ച് ഈ സ്പൈസസ്, ഏലക്കായോ കുരുമുളകോ ഗ്രാമ്പോ കറുവപ്പട്ട ഇതൊന്നും ഇല്ലാതെ അവർക്ക് ഒരു ദിവസം പോലും പോകാൻ പറ്റത്തില്ല. അവർ മുറുക്കാനിൽ വരെ ഇത് ഉപയോഗിക്കുന്നുണ്ട്, പറയാം. അതാണ് ഞാൻ സ്പൈസസ് തിരഞ്ഞെടുക്കാൻ നോക്കിയ മെയിൻ കാര്യം. ഇല്ല, ഞാൻ മുറുക്കൊന്നുമില്ല, മുറുക്കൊണ്ടാണെന്ന് അല്ല ഞാൻ പറയാം, അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മുടെ കടയിൽ അവർ വരുന്നുണ്ട് ഏലക്ക, തരിയുള്ള ഏലക്ക, അത് ഇതിനു വേണ്ടിയിട്ട്. പിന്നെ സുപ്പാരി, മറ്റേ അടയ്ക്ക, പറയുന്നത് അതൊക്കെ അങ്ങനെ നമുക്ക് അതുപോലെ. അത് ഞാനിപ്പോ എന്റെ ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ മനസ്സിൽ ഏത് ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ എക്സ്ട്രീമിൽ എത്തണമെന്ന് ആദ്യം തന്നെ നമ്മൾ സ്വപ്നം കാണും. പിന്നെ അതിലേക്ക് അത് ഞാൻ അത് പോയി ഞാൻ ചിന്തിച്ചത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് നീഡിനനുസരിച്ച് വേണം ഒരു ബിസിനസ് തുടങ്ങാൻ എന്നുള്ളത് എന്നോട് എന്റെ ഒരു ഗുരുനാഥൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ ആൾക്കാരോടൊക്കെ ചോദിക്കുക. അപ്പൊ ആ ഒരു ബ്രാൻഡ്, സിമിലർ ബ്രാൻഡ് എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ സ്പൈസസ് പറഞ്ഞല്ലോ, അപ്പൊ അതെങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് പ്രൊജക്ട് ചെയ്യും, എങ്ങനെ അത് ആളിലോട്ട്, ഇപ്പൊ ചിലപ്പോ ഒരു പാക്കറ്റിൽ ഒരു രൂപമാറ്റം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ ചിലപ്പോൾ അത് അട്രാക്റ്റബിൾ ആകാൻ നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മള് തുടക്കത്തില് ഞാൻ എന്റെ അനുഭവം മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാൻ നമ്മുടെ കേരളത്തിലെ സ്പൈസസ് എവിടെ കൊണ്ടുവന്നാലും എടുക്കും. കാരണം വേറെ എവിടെ നിന്ന് വരുന്ന സ്പൈസസിനേക്കാളും ക്വാളിറ്റി നമ്മുടെ സാധനത്തിലുണ്ട്, നമ്മുടെ സ്പൈസസിനുണ്ട്. അപ്പോ പിന്നെ എന്ന് വെച്ചാൽ ആ ഏരിയയിൽ ഇപ്പൊ ഏതെങ്കിലും, ഞാൻ ഓരോ സ്ഥലങ്ങളിൽ പോയാലും ഞാൻ എക്സ്ട്രാ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ എന്താ കൂടുതൽ എത്ര വില കുറച്ച് കിട്ടുന്നത്, എന്ത് സാധനമാണ് ഇവിടെ കൂടുതൽ പോകുന്നത്, ഇത് രണ്ടും ഞാൻ നോക്കാറുണ്ട്. അപ്പം ഗുജറാത്ത് ഭാഗത്തോട്ടൊക്കെ ചെന്നപ്പോ ഞാൻ നോക്കിയപ്പോ ജീരകം, കടുക് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ എനിക്ക് അവിടെ നിന്ന് വില കുറച്ച് കിട്ടുന്നത്. അപ്പൊ നമ്മൾ അവിടെ ഒരു സർക്കിൾ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ നമ്മൾ പോയി സാധനം എടുക്കും. അങ്ങനെ നമ്മൾ ചെയ്യണം. അപ്പൊ ഫെയിലായി പോവില്ല. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ, അത് എപ്പോഴും ഭയങ്കരമായിട്ട് കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് നമ്മുടെ കയ്യിൽ വരുന്നൊരു സമയമുണ്ട്, പിടിച്ചേക്കുക. അതാണ്. അപ്പൊ ഗായ്സ്, ട്രെയിൻ യാത്രക്കിടെയാണ് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് സിന്ധു ചേച്ചിനെ പരിചയപ്പെടുന്നത്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര മാത്രം ഒരു നല്ലൊരു ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ ഒരു കണ്ടന്റ് ഇവിടെ കിട്ടുമെന്ന്. ഓക്കെ, ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചപ്പവർത്താനം പറയുന്നതല്ല, ഒരു എന്തിനാ ഒരാൾക്കൊരു ഇൻഫ്ലുവൻസ് ചെയ്യണം അല്ലേ? സോ ഞാൻ തുടങ്ങിയതേ ഉള്ളൂ ഈ പരിപാടി. എനിക്കിത് അറിയത്തില്ല എങ്ങനെ ചെയ്യണം, സ്റ്റാർട്ടിങ് ഒന്നും അറിയത്തില്ല. എന്റെ
ഇപ്പൊ കണ്ട ഈ ഫ്രണ്ട്സ് ആണ് എന്നെ സപ്പോർട്ട് ചെയ്ത പോലും എന്നെ വീഡിയോ എടുത്തതാവട്ടെ ലൈറ്റ് എടുത്തതാവട്ടെ നമ്മൾ തമ്മിൽ ഒരു കണക്ഷനും ഇല്ല, പക്ഷെ ചെയ്യുവാണ്. പക്ഷെ ഞാൻ വിചാരിക്കുന്നു എല്ലാ കാര്യങ്ങൾക്കും ഒരു കോസ് ഉണ്ട്. അപ്പൊ ഞാൻ ചേച്ചിനെ കാണണമെന്നോ ഇതുപോലെ സംസാരിക്കണമെന്നോ ഒന്നും വിചാരിച്ച ഒരാളല്ല. സോ എവറിത്തിങ് ഈസ് കണക്റ്റഡ്, ഐ തിങ്ക് സോ. ഓക്കെ, സോ ഇതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് ചേച്ചി ഒരു ഓൺട്രപ്രണർ ആണ്. സോ 3 കാര്യമാണ് എനിക്ക് മനസ്സിലായത്: ക്വാളിറ്റി, പ്രൂഡൻസ് ആൻഡ് ഒബ്സർവേഷൻ. ഈ 3 സാധനങ്ങളാണ് ചേച്ചി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ക്വാളിറ്റിക്കാണ്, പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, സോ ചേച്ചിയുടെ ലൈഫിലുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ്, കടന്നുപോയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെയാണ് ചേച്ചീനെ ബൂസ്റ്റപ്പ് ചെയ്തതും പുറകോട്ട് പോകുമ്പോൾ മുന്നോട്ട് കുതിക്കാൻ വേണ്ടിയുള്ള ഒരു ഊർജം ചേച്ചിക്ക് കൊടുക്കുന്നതും അത് തന്നെയാണ്, അല്ലേ? സോ ഒത്തിരി സന്തോഷമുണ്ട് കണ്ടതിലും പരിചയപ്പെട്ടതിലും. ഞങ്ങളൊക്കെ മോട്ടിവേറ്റ് ആക്കിയതും. ഇനി ഈ വീഡിയോ ഭാവിയിൽ ആരൊക്കെ കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇനി കാണുവാണെങ്കിൽ ആൾക്കൊരു മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ, ശരി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ കിട്ടുവാണെങ്കിൽ അത് അവർക്ക് ചേച്ചിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ്. എന്റെ മക്കള് ശരി അവർ ജോലി ചെയ്യുന്ന അവിടെ എന്തെങ്കിലും അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി, ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാല് ധൈര്യമായിട്ട് അവർക്ക് കയറി വരാമല്ലോ. ഞാനും പറഞ്ഞേക്കുന്ന എന്റെ മക്കളെ ജോലി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങളെ കയറി പോരും, അമ്മ ഇവിടെ ഒരു ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഏറ്റെടുത്ത് നിങ്ങൾക്ക് ചെയ്യാം. അത്രയുള്ളതൊക്കെയാണ് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത. പിന്നല്ലാതെ ജീവിക്കണമെങ്കിൽ നമ്മൾ ജീവിക്കുക, ഇല്ല പിന്നെ ആ ജീവിക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. ഒരു സംശയം കൂടെ ഉണ്ട്. നമ്മളിപ്പോ ഒരു സംരംഭം തുടങ്ങി കഴിയുമ്പോ ഇപ്പൊ ഒരുപാട് ആൾക്കാർ അത് ചെയ്തു തരുമോ, ഇത് ചെയ്തു തരുമോ, അത് ചെയ്തു തരുമോ, ലൈക്ക് മീൻസ് കുറെ ഇൻവെസ്റ്റിങ്, കുറെ ലോകത്ത് കേട്ടിട്ടില്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പദ്ധതികളുമായിട്ട് കുറെ ആൾക്കാർ വരും. നമുക്ക് കുറച്ച് പൈസ ഉണ്ടാകുമ്പോ അല്ലെ വരുന്ന സാഹചര്യം ഉണ്ടാവും. സോ ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും? എങ്ങനെ ഈ മണി സേവ് ചെയ്ത് കൂട്ടാൻ പറ്റും? എപ്പോഴും ഞാനിപ്പോ എനിക്ക് ഈ സാമ്പത്തികത്തിന്റെ ഓരോ കാര്യങ്ങൾ, എനിക്ക് സാമ്പത്തിക അച്ചടക്കം ശരിക്കും പറഞ്ഞാൽ ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. കാരണം കയ്യിൽ വെച്ചിട്ട് ഞാൻ ആരോടും ഇല്ലെന്ന് പറയില്ല. കാരണം നമ്മുടെ അനുഭവം കൊണ്ട് എല്ലാവർക്കും അങ്ങനെ. പക്ഷെ എന്റെ മോനാണ് എനിക്ക് പറഞ്ഞത്, അമ്മ കുറച്ച് ഫിനാൻസ് സേവ് ചെയ്യുക. അപ്പൊ ഞാൻ എന്താ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഒരു 2 അക്കൗണ്ട് ഉണ്ട്. അതായത് കമ്പനി അക്കൗണ്ട് ഒന്നും ഇല്ലാതെ ഞാൻ പേഴ്സണൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാ ദിവസവും എനിക്ക് കിട്ടുന്ന നമ്മുടെ കടയിൽ വരുന്ന വരുമാനത്തിന്റെ ഒരു 20% ഞാൻ ആ അക്കൗണ്ടിലേക്ക് മാറ്റും. അതിലേക്ക് ഞാൻ നോക്കുകയില്ല, എന്നും അത് മാറ്റിയിട്ടേക്കും. അത് എത്ര ഉണ്ടെന്നും എങ്ങനെയുണ്ടോ ഒന്നും നോക്കാറില്ല. അപ്പൊ അത് അങ്ങനെ തന്നെ. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ചിലപ്പോൾ എനിക്ക് സാധനങ്ങൾ എടുക്കാൻ പൈസ ഇല്ലാതെ വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ടേജ് വരുമോ ഒക്കെ ചെയ്താൽ പോലും ഞാൻ അതിലെ. അപ്പൊ മോനെ എന്റെ അടുത്ത് പറയണം, അമ്മ അത് നോക്കിയേ ചെയ്യരുത്, അതിൽ എത്ര ഉണ്ടെന്നും നോക്കരുത്. അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഇതുണ്ട്. ഞാൻ പറയുന്നത് നമ്മളെപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു അക്കൗണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 100 രൂപ ആയിക്കോട്ടെ, അല്ലെങ്കിൽ 50 രൂപ, അല്ല 10 രൂപ ആയിക്കോട്ടെ, 1000 ആയിക്കോട്ടെ, മാറ്റിയിട്ടേക്ക്. അപ്പൊ നമുക്കതൊരു സമയം വരുമ്പോഴത്തേക്കും നമുക്ക് അത് ഉപകാരപ്പെടും. അങ്ങനെ ചെയ്യാം. പിന്നെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇപ്പൊ എനിക്ക് അന്നൊക്കെ ഞാൻ 7000 രൂപയ്ക്കാണ് ആദ്യമായിട്ട് സ്പൈസസ് എടുക്കുന്നത്. അപ്പം അവിടെ നിന്ന് ലെവൽ മാറിയപ്പം അതിൽ നിന്നൊക്കെ ലക്ഷങ്ങളിലേക്കൊക്കെ ഉള്ള ഒരു ഇതിലേക്ക് ഞാൻ വന്നെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ അന്നൊക്കെ ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യാൻ ആരെങ്കിലും ഒരു 6 മാസത്തേക്കോ അല്ലെങ്കിൽ പലിശക്കോ ഒക്കെ ചോദിച്ചു നടന്നിട്ടുണ്ട്. എന്നൊക്കെ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്, നമുക്ക് താല്പര്യം. പിന്നെ ഞാനൊരു ലേഡിയല്ലേ, ഞാൻ ഒരു ഇൻവെസ്റ്റേഴ്സിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ബിസിനസ് ആണ്. എന്തെങ്കിലും നഷ്ടങ്ങളൊക്കെ എപ്പോഴും ഇത് ഒരുപോലെ ഇരിക്കുന്നല്ലോ, നാളെ എന്ത് സംഭവിക്കും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റെസ്പോൺസിബിലിറ്റി കൂടും, അവരോട് നമ്മൾ ഉത്തരം പറയണം. എന്റെ ഒരു ആഗ്രഹം പറഞ്ഞോട്ടെ, ഞാൻ സത്യം പറഞ്ഞ ഒരു ബിസിനസ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ട്. പക്ഷെ എനിക്ക് നല്ലൊരു മെന്റർ അല്ല. താങ്കളെ ഞാൻ എന്റെ മെന്ററാക്കി വെക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതല്ല ഞാൻ പറയാം, എന്റെ മോന് എന്റെ മക്കൾക്ക് 2 പേർക്ക് ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കുന്നു അതൊക്കെ ഞാൻ പറഞ്ഞു. മതി, വേറെ ഒന്നും വേണ്ട, അത്ര ധാരാളം. ജീവിതം. എന്റെ പേരെന്താ? ആന്റണി. യെസ്, സിന്ധു ജാനകി. ജാനകി കുട്ടി പറഞ്ഞു, എനിക്ക് ജാനകിയാ ഇഷ്ടം. സിന്ധു ജാനകി. കാരണം ഞാൻ ഈ കുഞ്ഞുങ്ങൾ പൊടിക്കുഞ്ഞുങ്ങൾ എന്റെ അമ്മ എന്റെ മക്കളെ നോക്കിയതും വളർത്തിയതും. ഇന്നിപ്പോ ഞാൻ അമ്മ പറഞ്ഞ ഒരു വാക്കിന്റെ പുറത്ത് ഞാൻ പോയില്ല, ഞാൻ വരത്തില്ലായിരുന്നു ഇങ്ങോട്ടല്ലേ. അല്ല, നമ്മളെ കണ്ടേ തീർച്ചയായും നേരത്തെ കണ്ട് നമ്മളിങ്ങനെ കാണണം, നമ്മളിങ്ങനെ വിശ്വസിച്ചിട്ടുണ്ട്. അതാണ് ഞാനും അത് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇതിനിടയ്ക്ക് എനിക്ക് ആക്സിഡന്റ് ഉണ്ടായി കാർ വെച്ചിട്ട്. ഒരു പ്രാവശ്യം ഞാൻ ഗോവയില് സെന്റ് ഫ്രാൻസിസ് സേവറിന്റെ ചർച്ചില്ലേ, അവിടെ സ്പൈസസിന്റെ സ്റ്റാൾ ഇട്ട്, അതായത് ആ പള്ളിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്പൈസസ് സ്റ്റാൾ ഇടുന്ന ആള് ഞാനാ.
അതുപോലെ ട്രെയിനിൽ പരിചയപ്പെട്ട ഒരു മലയാളി ഫാമിലി ഉണ്ട്. അവരവിടുത്തെ പള്ളിയിലെ ജീവനക്കാരാ. അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ സ്റ്റാൾ ഇടാന്ന് പറഞ്ഞു. സ്പൈസസിന്റെ സ്റ്റാൾ ഇട്ടു. 21 ദിവസം സ്റ്റാള്. ഇപ്പൊ 21 സ്റ്റാൾ ഇട്ട് കഴിഞ്ഞപ്പോ തൊട്ടടുത്തത് ബാഗും ചെരുപ്പും ഒക്കെ വിൽക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ അവരെന്നെ അടുത്ത് പറഞ്ഞു, ദീദി ഹൈദരാബാദിൽ ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ സ്റ്റാള് ഉണ്ട്, ഒരു ജനുവരി 1 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 മാസമാണത്, കുറെ പ്രീമിയം കസ്റ്റമേഴ്സിനൊക്കെ കിട്ടുമെന്ന് പറഞ്ഞപ്പോ 90,000 രൂപ കൊടുത്ത് സ്റ്റാളും ബുക്ക് ചെയ്തു. ബാക്കി 21 ദിവസം ഇവിടുത്തെ സ്റ്റാളും കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലോട്ട് പോകണം. ബാക്കി സാധനങ്ങൾ എടുത്തിട്ട് എനിക്ക് ഡയറക്റ്റ് ഹൈദരാബാദിന് പോകാം. ഇവിടെ ബാക്കി വന്ന സാധനങ്ങൾ ഈ ബയ്യാമാരുടെ കയ്യിൽ പാക്ക് ചെയ്തൊക്കെ കൊടുത്തു വിട്ടു. ഞാന് ഗോവയിൽ നിന്ന് ബസ്സിൽ പോരുക. ബസ്സിൽ പോരുമ്പോഴത്തേക്കും രാത്രിയാണ്. ട്രക്ക് വന്ന് ഇടിച്ച് എന്റെ വാരിയല് പൊട്ടി, ഷോൾഡറിന്റെ എല്ല് പൊട്ടി. 1.5 വർഷം കിടപ്പ്. ഇപ്പോഴും ഞാൻ പറയാം, ഞാൻ ദൈവത്തിൽ അത്ര ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്റെ വാരിയലും 3 വാരിയലിലും പൊട്ടലുണ്ടായി. ഈ ഷോൾഡറിന്റെ എല്ല് പൊട്ടിട്ട് ഇവിടെ എപ്പോഴും ഇങ്ങനെ പൊങ്ങിയായിരിക്കുന്നത്. പക്ഷെ കമ്പി ഇടണമെന്നൊക്കെ പറഞ്ഞിട്ട് കമ്പിയൊന്നും ഇട്ടില്ല. ഞാൻ കമ്പി ഇടാനും പോലെ, കാരണം നമ്മൾ കിടന്നാൽ നോക്കാൻ ആളില്ല. പിള്ളേര് 2 പേര് ആണ് ആദ്യം നമുക്കുള്ളത്, പിന്നെ അമ്മയാ ഉള്ളത്. സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഇത് സക്സസ് ആകുമോ, നാളെ നമുക്ക് എണീറ്റ് നടക്കാം. പക്ഷെ എനിക്ക് ഇപ്പോഴും പറയണത് ദൈവത്തിന്റെ അത്ഭുതമാണ്. എനിക്ക് ഒരു കുഴപ്പമില്ല, എന്റെ കൈക്കോ കാലിനോ ഒരു പ്രശ്നമില്ലാണ്ട് ഞാൻ നടക്കുന്നത്. ഞാൻ ഇത് വിചാരിക്കുന്ന അറിയോ, നമ്മൾ ഇതിനെപ്പറ്റി പറയുമ്പോ ഈ വീഡിയോ എടുത്തു തരുന്ന ആരാളാ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ് അല്ലേ? അതും ഈ ഒരു ഏരിയ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട അതെല്ലാം കണക്റ്റഡ് ആണ്. അതാണ് ഞാൻ പറയാം. എന്നിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല. ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ ഉണ്ട്, ആളുടെ അടുത്ത് എന്തോ ഈ കൺസർവേറ്റീവ് മാനേജ്മെന്റ് ഉണ്ട്. പക്ഷെ വാരിയല് ഫ്രാക്ചർ ഒക്കെ ആണെങ്കിൽ ഒന്നെങ്കിൽ പാരാലിസിസ്, ചെറുതായിട്ട് ആ സ്പൈനൽ കോഡിൽ ചെറിയൊരു ഇഞ്ചുറി കിട്ടിയാൽ മതി. കാർവാർ മെഡിക്കൽ കോളേജിൽ മലയാളി ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ആരുമില്ലല്ലോ, നമുക്ക് പരിചയമുള്ളവരാരും തന്നെ ഇല്ലല്ലോ കൂട്ടത്തില്. 10 ദിവസം അവിടെ ഹോസ്പിറ്റലിൽ കിടന്നിട്ട്, ഞാൻ നാട്ടിൽ നിന്ന് എനിക്ക് ആരെങ്കിലും ഒന്ന് വരാനില്ലാതെ ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഞാൻ ആംബുലൻസിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കുവാണ് കേട്ടോ. 25,000, 30,000. പിന്നെ അവരുടെ ഡ്രൈവറൊക്കെ പറയുക. ഞാൻ ഈ ഡോക്ടർമാരോട് ചോദിച്ചു, എനിക്ക് നാട്ടിൽ പോയിട്ട് സർജറി എന്തെങ്കിലും ചെയ്യണം, ഞാൻ നാട്ടിൽ പോയിട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു. അവരെന്നെ ഹെൽപ്പ് ചെയ്തു. ഇതുപോലെ ട്രെയിനിൽ AC ബുക്ക് ചെയ്തിട്ട് അറ്റൻഡറും നഴ്സും ഇവരൊക്കെ കൂടി വന്നിട്ട് എന്നെ കയറ്റി കിടത്തി. ഇങ്ങനെ തന്നെ കിടന്ന് ഞാൻ എറണാകുളം വരെ എത്തി. എറണാകുളത്ത് വന്നു കഴിഞ്ഞപ്പോ എന്റെ മോനും പിള്ളേര് ചെറുതുങ്ങൾ പഠിക്കുന്നൊക്കെ അല്ലേ ഉള്ളൂ, അതുങ്ങൾക്ക് എത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. കാരണം കാർവാറൊക്കെ വിളിച്ചു വരുത്തിട്ട് എങ്ങോട്ടൊന്നും പറഞ്ഞ് നിങ്ങളൊക്കെ പോകും. ഞാൻ പറഞ്ഞ മക്കൾ വരണ അമ്മ, ഞാൻ തനിയെ പോയത്. എന്നിട്ട് എറണാകുളത്ത് ചെന്ന് കഴിഞ്ഞപ്പോ പിന്നെ വന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിൽ പോയി. ഞങ്ങള് അവിടെ ചെന്നിട്ട് അവരും പറഞ്ഞ് സർജറി ചെയ്യാം. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോഴും പറഞ്ഞ് സർജറി ചെയ്യാനായിട്ട്. ഞാൻ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഈ പൈസയും ചെലവാകും. പൈസ ചെലവാണെന്ന് വെച്ചാൽ ഗവൺമെന്റ് ആശുപത്രി ആണെങ്കിലും ചെലവാക്കണ്ടേ. ചെലവാക്കുന്നതിന്റെ അല്ല, നമ്മളെ ഇന്ന് കിടന്ന് നോക്കാൻ ആളുണ്ടാവത്തില്ല. ബുദ്ധിമുട്ടാകും ആൾക്കാർക്ക്. എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഞാൻ വിശ്വസിക്കുക. ഇപ്പോഴും ദൈവം എന്താ അത്ഭുതം പ്രവർത്തിച്ചതാണ്. എനിക്കൊരു സർജറി ചെയ്തതിന് എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഇപ്പോഴും വെയിറ്റ് ഒക്കെ എടുക്കും, എല്ലാം ചെയ്യും. ഇല്ല, ഞാൻ ഒരാളുടെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഭാവിയിലോട്ട് എനിക്ക് ദോഷം ചെയ്യരുത്. താങ്കളുടെ അനുഭവത്തോടും സമൂഹത്തോടും കൂടെ അല്ലേ ഞാൻ ഇത് എടുക്കുന്നത്? തീർച്ചയായിട്ടും അല്ലേ? ഓക്കെ, അത് കേട്ടാ മതി. കാരണം അല്ലെങ്കിൽ ഭാവിയിൽ കുറച്ച് ഭാവിയിൽ ചിലപ്പോ ഒരു ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന പൂനെയിലെ നമ്പർ 1 ബിസിനസ് വുമൺ ആണോ എന്നുള്ള എന്റെ മനസ്സിൽ. അതായത് സ്പൈസസ് ബിസിനസ് വുമൺ. പൂനെയിലെ അല്ല, ഇന്ത്യയിലെ സ്പൈസസിന്റെ ക്യൂനായിട്ട് മാറണം. എന്റെ മോനോട് ദുബായില് ചാലുവാക്കാനായിട്ട് പറഞ്ഞിരിക്കും. 6 മാസത്തിനുള്ളിൽ അവൻ അവിടെ അദറ സ്പൈസസിന്റെ അവൻ അവിടെ തുടങ്ങുകയാണ്. കാരണം ഞാൻ ഈ മക്കളെ പുറത്തേക്ക് വിട്ടതിന്റെയും കാര്യമാണ്. കാരണം ബിസിനസ് ആണ്. കാണുമ്പോ എനിക്കുണ്ടല്ലോ KGF-ന്റെ കഥ ഓർമ്മ വരുന്നു. അല്ലേ? കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചേച്ചി എന്റെ അമ്മയാണെന്നുള്ള ഒരു ഡയലോഗ് ഇല്ല, എനിക്കത് അറിയത്തില്ല പറയാൻ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് കത്തിച്ചാൽ. താങ്ക് യു കേട്ടോ.